യേശുക്രിസ്തുവിന്റെ നിസ്തുല നാമത്തിൽ ജോയിസ് ടിവിയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, അല്പസമയം നമുക്ക് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനത്തിന്റെ മുൻപിൽ ആയിരിക്കാം. ഓരോ ദൈവവൈദ്യരും ഓരോ ഭടന്മാരാണല്ലോ ദൈവത്തിന് പ്രകാരം. ഒരു പടയാളി എങ്ങനെ രാജ്യത്തെ കാത്തു സൂക്ഷിക്കുന്നു, അതുപോലെയാണ് ഓരോ ദൈവവൈദ്യരും ദൈവിക രാജ്യത്തിലെ ഓരോ പടയാളികളാണ്. അപ്പോൾ അറിയാം, പടയാളികൾക്ക് എപ്പോഴും ഒരു എതിർ ശത്രുവുണ്ട്. പടയാളികൾ എപ്പോഴും കെയർഫുൾ ആയിരിക്കണം. അതുപോലെയാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലും നമുക്കൊരു എതിരാളി എപ്പോഴും ഉണ്ട്. നമുക്കറിയാം, നമ്മുടെ എതിരാളി മനുഷ്യരാരുമല്ല, പിശാചാണ്. അപ്പം പിശാചിനോട് എതിർത്ത് നിൽക്കുക എന്നുള്ളത് ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അത്യാവശ്യമാകുന്ന ഒരു കാര്യമാണ്. വിശുദ്ധ ബൈബിളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. 2 കൊരിന്ത്യർ 2-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്, അവന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലല്ലോ. അപ്പം സാത്താന് ഒരു ദൈവ പൈതലിനെ തോൽപ്പിപ്പാനായിട്ട് കടന്നു വരും. ഹല്ലേലൂയ. ഒരു ദൈവ പൈതല്, ഒരു വ്യക്തി സാത്താന്റെ അടിമത്തത്തിൽ നിന്ന് ദൈവത്തിന്റെ സന്നിധിയിലേക്ക്, ദൈവത്തിന്റെ രാജ്യത്തിലേക്ക് കടന്നു വരുമ്പോഴും അന്ന് തൊട്ട് ആ വ്യക്തിയെ പിന്തുടർന്ന് സാത്താൻ കടന്നു വരും. ഏതെങ്കിലും തരത്തില് അവനെ പിന്നെയും സാത്താന്റെ രാജ്യത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടി അവൻ ഇങ്ങനെ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും. നമുക്കറിയാം, സാത്താനും ഒരു നാണമില്ലാത്ത ഒരവസ്ഥയാണ്. കാരണം അവനെ ഏറ്റതായ ആ ജോലി എങ്ങനെയെങ്കിലും പൂർത്തീകരിക്കുക, ഒരു വ്യക്തിയെ ദൈവസന്നിധി അകറ്റി അവന്റെ രാജ്യത്തിൽ തന്നെ ആക്കി തീർക്കുക. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, സാത്താൻ നമ്മെ തോൽപ്പിക്കരുത് എന്ന് പറഞ്ഞാൽ അവൻ നമ്മെ തോൽപ്പിക്കും. ഏതെങ്കിലുമൊക്കെ കാരണവശാല് നാം ശ്രദ്ധയില്ലാതായി പോയാല് സാത്താൻ നമ്മെ തോൽപ്പിച്ചു കളയും. അതുകൊണ്ട് അവന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലല്ലോ. കാരണം അവന്റെ തന്ത്രങ്ങളെ നാം അറിഞ്ഞിരിക്കണം. തന്ത്രങ്ങളെ അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് സാത്താനെ തോൽപ്പിക്കാൻ കഴിയത്തുള്ളൂ. സാത്താന്റെ തന്ത്രങ്ങൾ ഒരുപാട് വിധത്തില് തന്ത്രങ്ങൾ പ്രയോഗിച്ചാണ് ഉപായിയായ പിശാച് ഒരു ദൈവ പൈതലിനെ തകർത്ത് കളയുന്നത്. അതായത് ദൈവത്തിൽ നിന്ന് ഒരു വ്യക്തിയെ അകറ്റിക്കളയുന്നത്. നമുക്കറിയാം, ഏദൻ തോട്ടത്തില് ദൈവം ആദം ഹവ്വമാരെ സൃഷ്ടിച്ച നിഷ്കന്മഷ യുഗത്തില്, പാപമില്ലാത്തൊരു യുഗത്തിലാണ് അവര് ജീവിച്ചിരുന്നത്. എന്നാൽ അവിടെ സാത്താൻ പാമ്പിൽ പ്രവേശിച്ചിട്ട് സ്ത്രീയുടെ അടുത്ത് കടന്നു വന്ന് അവളെയും കൊണ്ട് പാപം ചെയ്യിപ്പിച്ചു. അത് കഴിഞ്ഞപ്പോഴാണല്ലോ ലോകം മുഴുവനും പാപത്തിന്റെ അധീനതയിലായി തീർന്നത്. എന്നാൽ ആ സാത്താന്റെ പ്രവർത്തനം ഇന്നും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ആദം ഹവ്വമാരെ ദൈവത്തോട് എല്ലാ ദിവസവും സംസാരിച്ചുകൊണ്ട് ഒരു പാപമില്ലാത്തൊരു യുഗത്തിൽ ജീവിച്ചിരുന്ന ആ ജനത്തെ സാത്താൻ തകർത്ത് കളഞ്ഞു എങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും ഒരു ദൈവ പൈതലിനെ തകർത്ത് കളയുവാൻ ദുഷ്ടനായ പിശാച് തീർച്ചയായിട്ടും കടന്നു വരും. എന്നാൽ നാം അവന്റെ തന്ത്രങ്ങളെ എന്തു ചെയ്യണം? തിരിച്ചറിയണം. തിരിച്ചറിഞ്ഞാൽ മാത്രമേ നമുക്ക് സാത്താനെ ജയിപ്പാൻ കഴിയത്തുള്ളൂ. ഇന്ന് നാം ചിന്തിക്കാൻ പോകുന്നത് സാത്താന്റെ തന്ത്രങ്ങൾ, ഒരു ദൈവ പൈതലിനെ സാത്താൻ തകർത്ത് കളയുന്നതിന് ഒരുക്കുന്നതായ വിവിധ തരത്തിലുള്ളതായ തന്ത്രങ്ങൾ. നാം ഒരു 13 കൂട്ടം കാര്യങ്ങളാണ് ഇന്ന് നാം ചിന്തിക്കുന്നത്. ഇവിടെ ദൈവമക്കളെ, നമ്മളൊക്കെ ഫേസ് ചെയ്യുന്നതായ ഒരു കാര്യം തന്നെ ആയിരിക്കും. ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ വേറെയും പല കാര്യങ്ങൾ കാണും. അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ അത് അറിയിക്കാവുന്നതുമാണ്. ഇന്ന് ഞാൻ എൻ്റെ ഓർമ്മയിലും ദൈവവചനത്തിലും കൂടെ മനസ്സിലാക്കിയിട്ടുള്ള ഒരു 13 കാര്യങ്ങളാണ് നമ്മൾ ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടെ ആയിരുന്നാൽ സ്കിപ്പ് ചെയ്യാതെ കാണണം, എന്നാലേ നമുക്കത് മുഴുവനായിട്ട് മനസ്സിലാക്കുവാൻ കഴിയത്തുള്ളൂ. പലപ്പോഴും ദൈവത്തിന്റെ വചനമൊക്കെ ആയതുകൊണ്ട് സ്കിപ്പ് ചെയ്ത് അങ്ങ് കളയും. അങ്ങനെ കളഞ്ഞാൽ നമുക്ക് പൂർണ്ണമായിട്ടൊന്നും മനസ്സിലാകത്തില്ല. പ്രിയ ദൈവമക്കളെയും, അപ്പം സ്കിപ്പ് ചെയ്യാതെ ഇത് കേൾക്കുക. കർത്താവ് എന്തോ ചെയ്യും?
നിങ്ങളെ സഹായിക്കും. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയുള്ള പ്രതിസന്ധികൾ ഉണ്ടെങ്കിൽ നമുക്കവിടെ ജാഗരൂകരായിരിക്കാം, നമുക്കവിടെ ശ്രദ്ധാലുക്കളായിരിക്കാം. ഇത് പഠിച്ചപ്പോൾ എനിക്കും എൻ്റെ ജീവിതത്തിലും വളരെയധികം പ്രയോജനം ഉണ്ടാകുവാൻ ഇടയായി തീർന്നു. അപ്പൊ സാത്താന്റെ തന്ത്രങ്ങൾ ഏതെല്ലാം തരത്തിലാണെന്നുള്ളത് നമുക്ക് ചിന്തിക്കാം അതിനെക്കുറിച്ച്. ഒന്നാമതായിട്ട് സാത്താന് ഒരു ദൈവവേദന്റെ നേരെ ഉപയോഗിക്കുന്നതായ തന്ത്രങ്ങൾ എന്ന് പറയുന്നത്, സാത്താൻ നമ്മെ മടിയന്മാരാക്കി തീർക്കും. നമ്മുടെ ജീവിതത്തില് ഉന്മേഷക്കുറവ്, ഉന്മേഷക്കുറവുണ്ടാക്കും, ക്ഷീണമുണ്ടാക്കും, അലസതയുണ്ടാക്കും. നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു പക്ഷേ ചിന്തിക്കും, ഇന്ന് ഞാൻ എന്തോ ചെയ്യണം, എനിക്ക് പ്രാർത്ഥിക്കണം നന്നായിട്ട്, അല്ലെങ്കിൽ എനിക്ക് ആരോടെങ്കിലും സുവിശേഷം പറയണം, കർത്താവിന്റെ നാമത്തിന് വേണ്ടി ഇറങ്ങി പോകണം, അല്ലെങ്കിൽ ഫോണിലൂടെങ്കിലും എന്തുവാ ഒരു കാര്യം, ഒരു വാക്ക്, യേശു ജീവിക്കുന്ന ദൈവമാണെന്ന് എനിക്ക് പറയണം എന്ന് നാം ചിന്തിക്കും. എന്നാൽ പലപ്പോഴും നമ്മെ കൊണ്ട് അത് ചെയ്യിക്കാതെ വണ്ണം നമ്മുടെ മനസ്സിനെ, നമ്മുടെ ശരീരത്തെയും പിശാച് അലസമാക്കി കളയും. നമുക്ക് ആ പ്രവൃത്തി ചെയ്യുവാൻ കഴിയാത്ത അവസ്ഥയിൽ, ഇപ്പൊ അറിയാം, ചൂടിൻ്റെതായ കാരണം കൊണ്ടൊക്കെ ശാരീരിക ക്ഷീണങ്ങൾ അല്ലെങ്കിൽ രോഗത്തിൻ്റെതായ അസ്വസ്ഥതകൾ ഉണ്ടെങ്കിലും അത് വേറെ ലെവലാണ്. അല്ലാതെ ഇതൊന്നുമില്ല, ഇതൊക്കെ നമുക്ക് കാലാവസ്ഥയൊക്കെ നമുക്ക് അനുകൂലമാണ്, കാലാവസ്ഥയുടെ ക്ഷീണമൊന്നുമല്ല, രോഗങ്ങളും ഒന്നുമില്ലെങ്കിൽ നാം ചിന്തിക്കുന്ന നമ്മുടെ ശരീരത്തിൽ പലതരത്തിലുള്ള ക്ഷീണങ്ങളും ഭാരങ്ങളും ഒക്കെ ഇട്ട് കർത്താവിന് വേണ്ടി പ്രവർത്തിക്കാനോ പ്രാർത്ഥിക്കാനോ ദൈവവചനം വായിക്കാനോ ഒന്നും കഴിയാതെ വണ്ണം നമ്മെ പിശാച് അലസന്മാരാക്കി തീർക്കും. ഒന്നാമത്തെ പിശാചിന്റെ തന്ത്രം എന്ന് പറയുന്നത് നമ്മെ മടിയന്മാരാക്കി തീർക്കുക. നാളെ ചെയ്യാം ഇങ്ങനെ ഉള്ളതായ ഒരു അലസത മനോഭാവം നമ്മുടെ ജീവിതത്തിൽ പിശാച് കൊണ്ടിടും. ഒരു ദൈവവേദന ഒരിക്കലും ഉത്സാഹം ഉള്ളവനായി തീരാതെ ഇരിക്കാൻ വേണ്ടി അവനെ അലസനാക്കി തീർക്കും. പൗലോസ് പറയുന്നു, നിങ്ങൾ ഉത്സാഹത്തിൽ മടുപ്പില്ലാത്തവരായി. മടുപ്പ് അപ്പോൾ കടന്നു വരും. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പരിശുദ്ധാത്മാവിൽ അത് ഓർപ്പിച്ചത്. നമ്മുടെ ജീവിതത്തിൽ സാത്താൻ എന്തോ ചെയ്യും? മടുപ്പ് കൊണ്ടുവരും, അലസത കൊണ്ടുവരും. അതുകൊണ്ട് അലസത നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് ഉണ്ടാകുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് ഇത് സാത്താന്റെ ട്രിക്കാണ്, സാത്താന്റെ തന്ത്രമാണ്. അതുകൊണ്ട് നാം അത് മനസ്സിലാക്കുക. രണ്ടാമതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ജോലി തിരക്കിന്റെ സമ്മർദ്ദം. ഒരുപാട് സമ്മർദ്ദങ്ങൾ, ജോലി തിരക്കിന്റെ സമ്മർദ്ദങ്ങൾ, കുടുംബത്തിൻ്റെതായ പല സമ്മർദ്ദങ്ങൾ പിശാച് കൊണ്ടിടും. കൂടുതലും ജോലിയുടെ സമ്മർദ്ദങ്ങൾ. രാവിലെ എഴുന്നേറ്റ് അടുക്കളയിൽ എന്തെങ്കിലുമൊക്കെ ജോലികൾ സഹോദരിമാരാണെങ്കിൽ ചെയ്താൽ ചിലപ്പം തീരത്തില്ല, അങ്ങനെയുള്ളതായ ഒരു അവസ്ഥകൾ. അല്ലെങ്കിൽ ജോലി ചെയ്ത് നമ്മെ അങ്ങ് കുഴപ്പിച്ച് കളയും, അല്ലെ ആ ജോലിക്കകത്ത് നമ്മളെ എന്തോ ചെയ്യും, അങ്ങ് ബന്ധിക്കും. ഒരു ജോലി കഴിഞ്ഞിട്ട് അടുത്ത ജോലിയിലേക്ക് ഇങ്ങനെ പ്രവേശിച്ചിരിക്കും. അല്പസമയം ഇരുന്ന് പ്രാർത്ഥിപ്പാനോ അല്ലെങ്കിൽ ദൈവത്തിന്റെ വചനം വായിപ്പാനോ ദൈവവചനം ശ്രദ്ധിപ്പാനോ ഒന്നും എന്തോ ചെയ്യത്തില്ല. നമ്മളെ കൊണ്ട് കഴിയാതെ നമ്മളെ ചില ജോലികളുടെ ഇടയിൽ ഇങ്ങനെ സമ്മർദ്ദം, ചില ജോലികളിൽ നമുക്ക് ടെൻഷൻ, സമ്മർദ്ദം കൊണ്ട് തരും. എപ്പോൾ നമുക്കെന്തോ ഉണ്ടാകും? ദേഷ്യം ഉണ്ടാകും. അപ്പൊ അങ്ങനെയുള്ളതായ ഒരു അവസ്ഥകളിൽ ഒരു ദൈവവൈതലിനെ സാത്താൻ കൊടുക്കും. പ്രിയപ്പെട്ട ദൈവമക്കളെ, അത് നാം മനസ്സിലാക്കുക. മൂന്നാമതായിട്ട് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നത് തെറ്റായ ചിന്തകളിൽ കൂടി നമ്മുടെ മനസ്സിനെ പിടിച്ചെടുക്കും. നമുക്ക് ജോലിയുടെ ഭാരമോ ഒന്നുമില്ല, ജോലിയൊക്കെ കഴിഞ്ഞ് നാം എവിടെയെങ്കിലും ഇരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് എന്തെങ്കിലുമൊക്കെ ചിന്തകൾ, പെട്ടെന്ന് അന്യായ ചിന്തകൾ, അവരെന്നെ കുറിച്ച് ഇത് പറഞ്ഞു, അല്ലെങ്കിൽ അവരെന്നോട് എന്തുകൊണ്ട് അങ്ങനെ സംസാരിച്ചു, അവർക്കത് പറയാൻ കൊള്ളാമോ, അല്ലെങ്കിൽ എൻ്റെ സഹോദരങ്ങൾ, ബന്ധുക്കൾ, ചാർച്ചക്ക് അവരൊക്കെ എങ്ങനെ പ്രതികരിച്ചല്ലോ, എന്നോട് ഇങ്ങനെ ചെയ്തല്ലോ, ഇങ്ങനെയുള്ളതായ, അല്ലെങ്കിൽ എൻ്റെ ഭവനത്തിലുള്ളവർ, ഇങ്ങനെയൊക്കെ ഉള്ളതായ കുറേ ചിന്തകൾ നമ്മുടെ ചിന്താമണ്ഡലത്തെ പിശാച് പിടിച്ചെടുത്തിട്ട് ഇങ്ങനെ ഒരുപാട് വേണ്ടാത്ത അനാവശ്യ ചിന്തകള് നമ്മുടെ ഹൃദയത്തിനകത്ത് നമ്മുടെ തലയിൽ എന്തോ ചെയ്യും? കൊണ്ടുവന്നിട്ടിട്ട് നമ്മെ അതിനകത്ത് അങ്ങ് സമയങ്ങൾ ഇങ്ങനെ എന്തോ ചെയ്യും? മെനക്കെടുത്തിയിരുത്തും. നമ്മളത് അറിയുന്നില്ല. അത് പിശാച് നമ്മുടെ മേലെന്തുവാ? നമ്മുടെ സമയങ്ങളെ പിശാച് കവർന്നെടുക്കുകയാണെന്നുള്ള കാര്യം നാം എന്തോ ചെയ്യാറില്ല, മനസ്സിലാക്കാറില്ല. പ്രൈസ് ലോർഡ്. പിശാചിന്റെ തന്ത്രങ്ങൾ, പ്രിയപ്പെട്ട ദൈവമക്കൾ, ഇതൊക്കെ
ഒരുപക്ഷെ നിങ്ങളൊക്കെ അനുഭവിക്കുന്നവരായിരിക്കാം. നമ്മൾ മനുഷ്യരാണല്ലോ, എല്ലാവരും ഇതൊക്കെ ഓരോ ദൈവമക്കളും ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഇതുപോലുള്ള വിഷയങ്ങളൊക്കെ ഫേസ് ചെയ്യുന്നവരാണ്. അപ്പോൾ നാം മനസ്സിലാക്കണം, ആവശ്യമില്ലാത്ത ചിന്തകൾ നമ്മുടെ തലയിലൂടെ ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ നാം അതിനടിമപ്പെട്ടു പോകാതെ അതിൽ നിന്ന് നാം ചെയ്യണം? ഒരു മോചനം നാം പ്രാപിക്കണം. പിശാച് നമ്മുടെ സമയങ്ങളെ അങ്ങനെ ചെയ്യുക? വേസ്റ്റ് ആക്കി കളയുകയാണ്. അവന്റെ ആ ഒരു തന്ത്രം ഉപയോഗിച്ച് നമ്മുടെ ചിന്താമണ്ഡലങ്ങളെ പിടിച്ചെടുത്ത് പിശാച് ചെയ്യുക? നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയും. അടുത്തതായിട്ട് നാലാമത്തേത് ആയ പിശാചിന്റെ ഒരു തന്ത്രങ്ങൾ എന്ന് പറയുന്നത്, നമ്മുടെ ജീവിതത്തില് വെറുതെ രോഗങ്ങള്, ആപത്തുകള്, അനർത്ഥങ്ങളൊക്കെ പിശാച് കൊണ്ടുവരും. നാം ഒരുപക്ഷെ ചിന്തിക്കും, ദൈവം അറിയാതെ നമ്മുടെ തലയിൽ ഒരു മുടി പോലും പൊഴിയത്തില്ലല്ലോ എന്നൊക്കെ ചിന്തിക്കും. എങ്കിലും പിശാച് നമ്മെ ദൈവം ഒന്നും ദോഷത്തിൽ നമുക്ക് ചെയ്യത്തില്ല. എങ്കിലും പിശാച് ചെയ്യും? പല പല അവസ്ഥകളിലൂടെ നമ്മെ ചെയ്യും? രോഗ, ദുഃഖ, കഷ്ട, ആപത്തുകൾ, അനർത്ഥങ്ങളൊക്കെ ഉണ്ടാക്കും. പക്ഷെ ദൈവം അതിൽ നിന്ന് നമ്മെ വിടുവിക്കും. എങ്കിലും നമ്മെ കുറച്ച് സമയത്തേക്കെങ്കിലും തകർത്ത് കളയാനും ദൈവത്തിൽ നിന്ന് നമ്മെ മാറ്റിക്കളയാനും ദൈവത്തെ അവിശ്വസിക്കുവാനും വേണ്ടി പിശാച് ചെയ്യും? അവന്റെ ഈ സൈസ് തന്ത്രങ്ങള് ഒരു ദൈവവേദന്റെ നേരെ അവൻ തൊടുത്തുവിടും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ഇതൊക്കെ നാം ഫേസ് ചെയ്യുന്നവരാണ്. ഹല്ലേലൂയ. അടുത്തതായിട്ട് പിശാചിന്റെ ഒരു തന്ത്രം എന്ന് പറയുന്നത്, നമ്മുടെ ജീവിതത്തില് നിരാശകള്, ഭാരങ്ങള് ഇങ്ങനെ മനസ്സിൽ കൊണ്ടുവരും. ഹല്ലേലൂയ. വെറുതെ കണ്ട് നിരാശകൾ എല്ലാം ഉണ്ടെങ്കിലും ചില സന്ദർഭങ്ങൾ നമുക്ക് കഴിക്കാനും കുടിക്കാനും എല്ലാം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിലും ചില സമയത്ത് വെറുതെ കണ്ട് ചില നിരാശകൾ, ചില ഭാരങ്ങൾ, ആവശ്യമില്ലാത്ത, നാം തന്നെ ചിന്തിക്കും ഭാരപ്പെട്ടിരിക്കും, എന്തിനു ഭാരപ്പെടുന്നു നമുക്കറിയത്തില്ല. അങ്ങനെയുള്ളതായ ചില ഭാരങ്ങൾ നമ്മുടെ ജീവിതത്തില് പിശാച് മനസ്സിലിങ്ങനെ കൊണ്ടുവന്ന് നമ്മെ ചെയ്യും? തളർത്തിക്കളയും. ദൈവത്തോട് നമ്മെ അടുപ്പിക്കാതെ ഭാരങ്ങളും പ്രയാസങ്ങളും നിരാശകളും ഒക്കെ വന്നിട്ട് നമ്മെ ചെയ്യും? ആത്മീകത്തിൽ നിന്ന് നമ്മെ അകറ്റിക്കളയാൻ കുറേശ്ശെ പിശാച് ചെയ്യും? അവന്റെ ഒരു തന്ത്രം ഉപയോഗിക്കും. ഈ ഒരു നിരാശകളും ഭാരങ്ങളും എന്ന് പറയുന്നത് പിശാചിന്റെ തന്ത്രമാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം പറയുന്നത് എപ്പോഴും ചെയ്യണം? സന്തോഷിക്കണം. എന്നാൽ പലപ്പോഴും നമുക്ക് എപ്പോഴും സന്തോഷിപ്പാൻ കഴിയത്തില്ല. എല്ലാ സന്തോഷത്തിനും ഉണ്ടെങ്കിലും പലപ്പോഴും എപ്പോഴും സന്തോഷിപ്പാൻ കഴിയത്തില്ല. കാരണം പിശാച് നിരാശകളുടെ അസ്ത്രം നമ്മുടെ മേലിങ്ങനെ തൊടുത്ത് വിട്ടുകൊണ്ടേയിരിക്കും. നമ്മെ എങ്ങനെയെങ്കിലും നിരാശയും ഭാരവും ഉള്ളവരാക്കി ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയുന്നതിന് വേണ്ടി നമ്മെ എങ്ങനെ പിശാച് ഇങ്ങനെ തന്ത്രങ്ങള്, അവന്റെ അസ്ത്രങ്ങൾ ഇങ്ങനെ ഓരോന്ന് അയച്ചുകൊണ്ടേയിരിക്കും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇങ്ങനെയുള്ള അവസ്ഥകളൊക്കെ നിങ്ങൾക്കുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യണം? തീർച്ചയായിട്ടും അത് മനസ്സിലാക്കണം. ഇത് പിശാച് എനിക്കെതിരായി തൊടുത്തുവിടുന്ന അവന്റെ ഒരു ആയുധമാണ്. അതുകൊണ്ട് ഞാൻ ചെയ്യണം? അതിനകത്തു നിന്ന് എനിക്കൊരു മോചനം ആവശ്യമാണെന്ന് മനസ്സിലാക്കി നാം ചെയ്യണം? ദൈവസന്നിധിയിലേക്ക് അടുത്തു വരണം. അടുത്തതായിട്ട് നാം ചിന്തിക്കാൻ പോകുന്നത്, നമ്മുടെ ജീവിതത്തിൽ അധികമാകുന്ന ചെലവുകൾ, ആഡംബര ജീവിതങ്ങൾ. പ്രൈസ് ലോർഡ്. ഒരുപാട് ദൈവമക്കളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണത്. നമ്മൾ ഇത്രയും നാളും നാം ചിന്തിക്കും നമ്മളൊന്നുമില്ലാതൊക്കെ കഴിഞ്ഞുകൂടിയതല്ലേ. അപ്പം അടുത്ത വീട്ടില് അവരുണ്ട് അങ്ങനെ നന്നായിട്ട് കഴിയുന്നു. അതുകൊണ്ട് ചെയ്യണം? നമുക്കും കുറച്ച് ആഡംബരമായിട്ട് നമ്മുടെ വരവിനേക്കാൾ അധികം ചെലവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കി നാം ജീവിക്കാൻ തുടങ്ങും. ഒരുപാട് പേരുടെ ജീവിതത്തിൽ അങ്ങനുണ്ട്. നമ്മുടെ വരവ് മാസം തോറും നമുക്ക് എന്ത് വരുമാനം ഉണ്ടാകും എന്ന് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് വേണം ദൈവമക്കൾ ജീവിപ്പാൻ. ദൈവത്തിന്റെ വചനം പറയുന്നു, നാം ഉള്ളതിൽ സംതൃപ്തരായിരിക്കണം. പലപ്പോഴും സംതൃപ്തി എന്ന് പറയുന്നത് മനുഷ്യ ജീവിതത്തിൽ വളരെ കുറവാണ്. ദൈവമക്കളാണെങ്കിലും നാം മനുഷ്യരായതുകൊണ്ട് സംതൃപ്തി, അങ്ങനെയുള്ളൊരു ചിലപ്പോൾ സംതൃപ്തി നമുക്കുണ്ടാകാത്ത ഒരു അനുഭവങ്ങളുണ്ട്. അതുകൊണ്ട്
നാം വരവിനേക്കാൾ അധികം ചെലവാക്കി ആഡംബരമായ ഒരു ജീവിതം നയിച്ച് അങ്ങനെ നാം അറിയാതെ, മനുഷ്യനാണല്ലോ, ജഡമാണല്ലോ, അപ്പം സുഖ സൗകര്യങ്ങള് ആഡംബരമൊക്കെ ജഡം ആഗ്രഹിക്കുന്നു. അപ്പൊ അങ്ങനെ അതേ ഒരു അനുഭവത്തിലേക്ക് കടന്നു പോകുമ്പോൾ നാം എന്തോ ചെയ്യും? ഒരുപാട് കടബാധ്യതകളിലൂടെ കടന്നു പോയിട്ട് അതിലോട്ട് നാം എന്തോ ചെയ്യും? കൂപ്പുകുത്തുവാൻ ഇടയായിത്തീരും. അതൊരു പിശാചിന്റെ എന്തുവാ? ഒരു തന്ത്രങ്ങളാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നാം അതെന്തോ ചെയ്യണം? മനസ്സിലാക്കണം. ദൈവം തരുന്ന ഹല്ലേലൂയ നന്മകൾക്കനുസരിച്ച് നാം ദൈവവചനപ്രകാരം ഹല്ലേലൂയ നാം എന്തോ ചെയ്യണം? ജീവിക്കണം. ദൈവത്തിന്റെ വചനം പറയുന്ന അമിത ഭക്ഷണം, ഹല്ലേലൂയ, അമിതമായിട്ടുള്ളൊരു ദൈവമക്കളൊന്നും കഴിക്കേണ്ടെന്നോ കുടിക്കേണ്ടെന്നോ ഒന്നും അങ്ങനെ കർത്താവ് ഒരിക്കലും പറഞ്ഞിട്ടില്ല. അധികമായിട്ട് വേണ്ടാത്തത് നമ്മുടെ ജഡത്തെ ഒരുപാട് എന്തുവാ പോഷിപ്പിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ എന്തുവാ നമുക്ക് ചെയ്യേണ്ട. ആവശ്യത്തിന് നമ്മൾ എന്ത് ചെയ്യണം? എല്ലാം ചെയ്യണം. അധികമായിട്ട് നാം എന്തുവാ ചെയ്യരുത്. ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ അത് വലിയൊരു ദുരന്തമായിട്ട് എന്തോ ചെയ്യും? മാറുവാൻ ഇടയായിത്തീരും. നാം അങ്ങനെ വരുമാനത്തെക്കാൾ അധികമായി നാം ചെലവാക്കി പോയാൽ നാം എന്തോ ചെയ്യും? കൂപ്പുകുത്തി വീഴും. പിന്നെ അത് നമ്മളെ എന്തുവാ ദൈവസന്നിധിയിൽ നിന്ന് അകറ്റിക്കളയുവാൻ ഇടയായിത്തീരും. അതുകൊണ്ട് നാം ആ വക കാര്യങ്ങളിൽ എന്തുവാ ശ്രദ്ധിക്കണം. അടുത്തതായിട്ട് നാം ചിന്തിക്കാൻ പോകുന്നത്, നമ്മുടെ നാവിനെ നാം എന്തുവാ കടിഞ്ഞാണിടണം. പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും ദൈവമക്കളുടെ ജീവിതത്തിൽ വളരെ കുറവുള്ളതായ ഒരു കാര്യമാണ് ഈ നാവിനെ കടിഞ്ഞാനിടാത്തത്. വിശ്വാസികളാണെങ്കിൽ ഒരുപാട് എന്തോ ചെയ്യും? സംസാരിക്കും എന്ന് പറഞ്ഞാൽ ആരോടും മിണ്ടരുതെന്നല്ല പറഞ്ഞത്. നാവിനെന്തോ ഒരു കൺട്രോൾ ഇല്ലാതെ എന്തോ ചെയ്യും? പറയും. പറയേണ്ടത് എന്തോ ചെയ്യത്തുമില്ല, പറയത്തില്ല. ഞൊണ പറയവാ, കൊതി പറയവാ, മറ്റുള്ളവൻ്റെതായ ആവശ്യമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് എന്തോ ചെയ്യുക, അവരെക്കുറിച്ച് കുറ്റം പറയുക, ഇല്ലാത്തത് പറഞ്ഞുണ്ടാക്കുക. ഇങ്ങനെയൊക്കെയുള്ളതായ വായി വരുന്ന എന്തും ജാതികളെ പോലെ പറഞ്ഞ് എന്തോ ചെയ്യും? അങ്ങനെ പറയും. അതൊക്കെ എന്തുവാ? നമ്മുടെ നാവിനെ സാത്താൻ കരങ്ങളിൽ എടുക്കുന്നത്. യാക്കോബിന്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്, നാവ് എന്തുവാ? ഇത് ചെറിയ അവയവമാണെങ്കിലും ഇത് വലിയ കാട് കത്തിക്കുന്ന ഒരു ശക്തിയാണ്, വലിയ തീ പോലെയാണ്. പ്രൈസ് ലോർഡ്. നമുക്ക് ദൈവം തന്ന നാവ് ദൈവത്തിന്റെ നാമത്തിന് വേണ്ടി നാം എന്തോ ചെയ്യണം? ഉപയോഗിക്കണം. അപ്പോൾ തന്നെ ആവശ്യമില്ലാത്തതായ ആരെക്കുറിച്ചും ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കാനും ദൈവത്തിന് ഹിതമല്ലാത്ത വാക്കുകൾ നമ്മുടെ വായിൽ നിന്നെന്തോ ഉണ്ടാകുവാനോ നാം ഇടയാക്കി തീർക്കരുത്. ഹല്ലേലൂയ, സ്തോത്രം. ചിലപ്പോഴൊക്കെ നമ്മളെ എന്തുവാ പിശാച് നമ്മുടെ നാവിനെ കരങ്ങളിൽ എടുത്തിട്ട് അതേ അനുഭവങ്ങൾ ഉണ്ടാക്കാറുണ്ട്. സ്തോത്രം. മറ്റുള്ളവരെ കുറിച്ചുള്ള ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറയുന്ന അനുഭവങ്ങളുണ്ട്. അത് പിശാചിന്റെ ഒരു തന്ത്രമാണെന്ന് നാം മനസ്സിലാക്കണം. ദൈവ മക്കള് തിരിച്ചറിയണം അതൊക്കെ. ഹല്ലേലൂയ. ക്രിസ്തീയ ജീവിതം നയിക്കുമ്പോഴോ അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ നാം എന്തോ ചെയ്യണം? മനസ്സിലാക്കണം. ഈ ലോകത്തിൽ നമുക്ക് ദൈവം ഒരു വേർപെട്ട ജീവിതമാണ് തന്നിരിക്കുന്നത്. അപ്പൊ നമ്മുടെ നാവിനെ നാം എന്തോ ചെയ്യണം? കടിഞ്ഞാണിട്ട് ജീവിക്കണം. അപ്പോൾ തന്നെ നമുക്ക് എന്തുവാ ദൈവവൈദ്യന്റെ പറയാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പറയാൻ പറ്റും. ഹല്ലേലൂയ. നമ്മുടെ നാവിനെ ദൈവത്തിന് ഹിതമല്ലാത്ത രീതിയിൽ നാം ഒരിക്കലും എന്തോ ചെയ്യരുത്? ഉപയോഗിക്കരുത്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഉപയോഗിച്ചാൽ അത് ആ നാവ് ഹല്ലേലൂയ പിശാച് കരങ്ങളിൽ എടുക്കുന്നതാണെന്ന് നമുക്കൊരു തിരിച്ചറിവ് ഉണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. അടുത്തതായിട്ട് വിമർശനം. നമ്മെ മറ്റുള്ളവർ വിമർശിക്കുമ്പോൾ നാം എന്തോ ചെയ്യാറുണ്ട്? ഭാരപ്പെടാറുണ്ട്. അയ്യോ, അവരെന്നെ കുറിച്ച് അങ്ങനെ വിമർശിച്ചല്ലോ. അപ്പൊ അത് കേട്ട് നാം എന്തോ ചെയ്യും? നമ്മുടെ ജീവിതത്തിൽ നിന്ന് ആത്മീയമായിട്ട് നാം പുറമോട്ട് മാറിപ്പോകാറുണ്ട്. ദൈവം എന്തെങ്കിലുമൊക്കെ ഏൽപ്പിച്ച ശുശ്രൂഷകളോ അല്ലെങ്കിൽ ദൈവം നമ്മെക്കുറിച്ച് കർത്താവിന്റെ നാമത്തിന് വേണ്ടി നിൽക്കാനായിട്ട് ദൈവം നമുക്ക് പല താലന്തുകളും ഒക്കെ തരുമ്പോൾ ഏതെങ്കിലുമൊക്കെ വ്യക്തികളെ പിശാച് ഉപയോഗിച്ചിട്ട് നമ്മെ വിമർശിക്കും. അപ്പൊ ആ വിമർശനം കേട്ട് നമ്മൾ എന്തോ ചെയ്യും? തളർന്നു പോകും. ഹല്ലേലൂയ. അപ്പൊ പിശാചിന്റെ ഒരു തന്ത്രമാണ് അനാവശ്യമായിട്ട് എന്തോ ചെയ്യുക? നമ്മളെ വിമർശിക്കുക. അങ്ങനെ നമ്മളെ വിമർശിച്ച് നമ്മളെ എന്തോ ചെയ്യും? തകർത്ത് അടിച്ച് അമർത്തിയിരുത്തും. പ്രൈസ് ദി ലോർഡ്.
അപ്പം ദൈവത്തിന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി നാം ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ ആരുടെയും വിമർശനങ്ങൾ കേട്ട് നാം അതിൽ നിന്ന് എന്തോ ചെയ്യരുത്, പിന്മാറി പോകരുത്. ദൈവത്തോട് നാം ആലോചന ചോദിച്ച് നാം മുന്നോട്ടെന്തോ യാത്ര ചെയ്യണം. പ്രൈസ് നാം മനസ്സിലാക്കണം, ഇങ്ങനെ അനാവശ്യമായിട്ട് കടന്നു വരുന്ന വിമർശനങ്ങള് പിശാചിന്റെ ഒരു തന്ത്രമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അടുത്തതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നത് ദൈവിക വെളിപ്പാടുകളാണെന്ന് ഉള്ള വ്യാജ പ്രവചനങ്ങൾ, ദൈവിക വെളിപ്പാടുകൾ എന്ന് പറഞ്ഞൊക്കെ കുറെ കാര്യങ്ങൾ എന്തോ നാം ഇങ്ങനെ കേൾക്കും. ഒരുപാട് കാലഘട്ടങ്ങളുണ്ട്, ഒരുപാട് പ്രവചനങ്ങൾ. ഞാൻ പ്രവാചകന്മാരും ഒന്നും കുറ്റം പറയവല്ല, ദൈവമക്കൾ അങ്ങനെ ചിന്തിക്കരുത്. ഒരുപാട് പ്രവചനങ്ങൾ കേട്ട് തകർന്നു പോയ ദൈവമക്കളും പ്രൈസ് ലോർഡ്. ഇപ്പം ചിലവരൊക്കെ ചില പ്രവചനങ്ങൾ കേട്ടാൽ അതുപോലെ അങ്ങ് വിശ്വസിക്കും. ദൈവത്തിന്റെ വചനം പറയുന്നത് പ്രവചനം നല്ലതാണ്, അതിനെ തുച്ഛീകരിക്കരുത്. എന്നാൽ നമുക്ക് ആവശ്യമുള്ളത് മാത്രമേ നാം എന്തോ ചെയ്യാവൂ, എടുക്കാവൂ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്, ഇല്ലെങ്കിൽ ദൈവം സംസാരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് എന്തോ ചെയ്യും, ഒരുപാട് പ്രവചനങ്ങൾ പറയുന്നവരുണ്ട്. അത് അവരുടെ ആ നാവിൽ ആ സമയത്ത് പിശാച് കയറിയിട്ട് എന്തെങ്കിലുമൊക്കെ എന്തോ ചെയ്യും, പറയും. കാരണം ഇത് കേൾക്കുന്ന വ്യക്തി അത് അതുപോലെ വിശ്വസിച്ചിട്ട് അത് നടന്നില്ലെങ്കിൽ അവരെന്ത് ചെയ്യും, ആത്മീകമായിട്ട് തണുത്ത് ദൈവത്തിൽ നിന്ന് അവരകന്നു പോകും. അത് നടന്നില്ലല്ലോ, ദൈവം സംസാരിച്ചാൽ നടക്കത്തില്ലയോ, ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ. പ്രത്യേകിച്ച് യൗവനക്കാർ, പ്രായമുള്ളവർ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കും. എന്നാലും കുഞ്ഞുങ്ങൾ അതൊന്നും എന്തോ ചെയ്യാറില്ല, മനസ്സിലാക്കാറില്ല. അവർക്ക് ദൈവം സംസാരിച്ച് ദൈവദാസന്മാരല്ലെ പ്രവാചകന്മാർ പറഞ്ഞത് അതുപോലെ നടക്കണമെന്ന് ചിന്തിച്ച് അത് നടക്കാതെ വരുമ്പോൾ അവരെന്തോ ചെയ്യും, നിരാശയും ഭാരവും ഉള്ളവരായി ഇതൊക്കെ എന്തുവാ കള്ളത്തരങ്ങളാണെന്ന് പറഞ്ഞ് അവർ ദൈവസന്നിധി വിട്ട് അകന്നു പോകാൻ ഇടയായിത്തീരും. അതൊരു പിശാചിന്റെ എന്തുവാ ഒരു തന്ത്രങ്ങളാണ്. പരിശുദ്ധാത്മാവ് പറയാത്ത കാര്യങ്ങൾ കയറി എന്തോ ചെയ്യും, പറഞ്ഞിട്ട് അത് കേൾക്കുന്നവരെ എന്തോ ചെയ്യും, തളർത്തിക്കളെ. ഹല്ലേലൂയ. നാം മനസ്സിലാക്കണം, ദൈവം ഒന്ന് സംസാരിച്ചാൽ എന്തുവാ, ദൈവം അത് തീർച്ചയായിട്ടും ചെയ്യും. ആകാശവും ഭൂമിയും മാറിപ്പോയാലും കർത്താവിന്റെ വാഗ്ദത്തത്തിന് എന്തോ ഇല്ല, മാറ്റമില്ല. പക്ഷെ മനുഷ്യൻ എന്തെങ്കിലും പോഷ്കിൽ സംസാരിച്ചാൽ ഒരിക്കലും അതെന്തുവാ നിവർത്തിക്കത്തില്ല. അതുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവിനെ തിരിച്ചറിയുവാനുള്ള ഒരു കഴിവ് ദൈവമക്കൾ എന്തോ പ്രാപിച്ചെടുക്കണം. ഹല്ലേലൂയ. അപ്പൊ ഇതുപോലുള്ള കാര്യങ്ങൾ കൊണ്ടുവന്ന് സാത്താൻ നമ്മെ എന്തോ ചെയ്യും, തകർത്ത് കളയും. പ്രൈസ് ലോർഡ്. അടുത്തതായിട്ട് നാം ചിന്തിക്കുന്നത് നമ്മളൊരു ആത്മീയ അഹങ്കാരം. പ്രൈസ് ലോർഡ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, സാത്താന്റെ ഒരു തന്ത്രമാണ്. ആത്മീകമായിട്ടൊരു അഹങ്കാരം ഒരു ദൈവവൈദ്യന്റെ ഉള്ളിലേക്ക് ഇടുകയാണ്. ചിലപ്പോൾ ഒരു വ്യക്തി ഒരുപാട് സമയം പ്രാർത്ഥിക്കുന്നവനായിരിക്കാം, ഒരുപാട് നന്നായി പ്രസംഗിക്കുന്നവനായിരിക്കാം, അല്ലെങ്കിൽ ദൈവം പല ടാലന്റുകൾ കൊടുത്ത് ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. എന്നാൽ അത് അങ്ങനെ ദൈവസന്നിധിയിൽ അവനായിരിക്കുമ്പോൾ അവന്റെ ഹൃദയത്തിനകത്തൊരു സാത്താൻ എന്തോ ചെയ്യും, ഒരു അഹങ്കാരത്തിന്റെ വിത്ത് കൊണ്ടിടും. ഞാൻ മറ്റുള്ളവരെക്കാട്ടിൽ എന്തോ പ്രാർത്ഥിക്കുന്നവനാണ്, അല്ലെങ്കിൽ ഞാൻ മറ്റുള്ളവരെക്കാട്ടിൽ ദൈവനാമത്തിന് വേണ്ടി നിൽക്കുന്നവനാണ്, ദൈവനാമത്തിന് വേണ്ടി ഞാൻ പ്രവർത്തിക്കുന്നവനാണ്, ദൈവനാമത്തിന് വേണ്ടി ഞാൻ കൊടുക്കുന്നവനാണ്. ഇങ്ങനെയുള്ളതായ ഒരു കാര്യം, ഒരു ഉള്ളിന്റെ ഉള്ളിൽ ഒരു അഹങ്കാരം ഉണ്ടാകും. നമ്മൾ മനുഷ്യരാണല്ലോ, അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മളെ വന്നിരുന്ന് എന്തോ ചെയ്യും, സ്തുതി പാടും. ചിലരുണ്ട്, ചിലരെ കാണുമ്പോൾ എന്തോ ചെയ്യും, അങ്ങ് സ്തുതി പാടും. പ്രൈസ് ദി ലോർഡ്. ഇപ്പൊ ഏതെങ്കിലും ഒരു കുട്ടികള് എന്തെങ്കിലും ഒരു കാര്യം, ഒരു നല്ലൊരു പാട്ടുപാടി, നല്ലതാണ്, കൺഗ്രാജുലേഷൻ ചെയ്യുന്നതും അവരെ പ്രോത്സാഹിപ്പിക്കുന്നതും നല്ലതാണ്. പക്ഷെ ആ പ്രോത്സാഹനം ഒരിക്കലും അവരുടെ ഉള്ളത്തിലോ ഒരു അഹങ്കാരമോ ഒരു നിഗളമോ ഉണ്ടാക്കുന്നതാക്കി ഒരിക്കലും തീർക്കരുത്. പ്രൈസ് ലോർഡ്. അല്ലെങ്കിൽ ഒരു പ്രാസംഗികൻ, അവനൊരു പ്രസംഗിച്ചു, കാരണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് അവരെ ഉപയോഗിക്കുന്നത്, നമുക്ക് പ്രശംസിപ്പാനൊന്നുമില്ല. പ്രിയപ്പെട്ട ദൈവമക്കളെ, എന്നാൽ ഇതുപോലെ ദൈവസന്നിധി ശോഭിച്ചു നിൽക്കുന്ന, അല്ലെങ്കിൽ ഏതൊരു വ്യക്തികളായാലും നമ്മൾ തന്നെ എന്തുവാ 10 മിനിറ്റ് പ്രാർത്ഥിക്കുന്ന വ്യക്തി 12 മിനിറ്റ് പ്രാർത്ഥിച്ചാൽ ഞാൻ എന്തോ ചെയ്യും, അത്രയും പ്രാർത്ഥിച്ചു. അടുത്തിരിക്കുന്നവൻ എന്തോ അത്രയും പ്രാർത്ഥിച്ചില്ല. ഇങ്ങനെയൊക്കെ ഉള്ളതായ ചില ചിന്താ മണ്ഡലങ്ങളിൽ ഉള്ളത്തിൽ കുറച്ച് അഹങ്കാരങ്ങൾ എന്തോ ചെയ്യും, കൊണ്ടുവരും പിശാച്. ചിലരാണെങ്കിൽ എന്തുവാ പുകഴ്ത്തി പാടും. ആരെങ്കിലും എന്തുവാ കണ്ടിട്ടോ അങ്ങനെ ഒത്തിരി പുകഴ്ത്തലുകൾ പറയും.
മനുഷ്യന് ആ പുകഴ്ചകൾ കേൾക്കാൻ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ആളുകളുമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇതൊക്കെ നമ്മളെ എന്തോ ചെയ്യും? ആത്മീക നിഗളത്തിലേക്കും ആത്മീക അഹങ്കാരത്തിലേക്കും കൊണ്ടുപോകുന്നത് അത് ദൈവീകമല്ല, അത് സാത്താന്റെ എന്തുവാ തന്ത്രമാണ്. നാം മനസ്സിലാക്കണം. നമ്മെ ആരെങ്കിലും എന്തെങ്കിലും വന്ന് പുകഴ്ത്തി പറഞ്ഞാൽ ഉടനെ നാം എന്തോ ചെയ്യണം? മനസ്സിലാക്കിക്കോണം. പിശാച് എന്തോ അവന്റെ അസ്ത്രം എന്റെ നേരെ വിട്ടിരിക്കുകയാണ്, എന്നെ എന്തുവാ തകർത്ത് കളയാനുള്ളതാണെന്ന് നാം എന്തുവാ മനസ്സിലാക്കണം. അല്ലാതെ അയ്യോ അവരെന്നെ പൊക്കി പറഞ്ഞതുകൊണ്ട് അവർ നല്ലവരാണെന്ന് ചിന്തിച്ച് അതിന്റെ പുറകെ പോകാതെ പ്രിയപ്പെട്ട ദൈവമക്കളെ നാം വളരെ കെയർഫുൾ ആയിട്ട് എന്തോ ചെയ്യണം? നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ നാം എന്തുവാ നയിക്കണം. ഹല്ലേലൂയ, സ്തോത്രം. നമ്മളിൽ എൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു ആത്മീക നികളവും അഹങ്കാരവും ഉണ്ടാകാതെ നാം സൂക്ഷിക്കണം. അഥവാ അങ്ങനെ ഉണ്ടായാൽ അന്നേരം തന്നെ നാം ദൈവസന്നിധിയിൽ എന്തുവാ നമ്മെ തന്നെ സമർപ്പിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. അടുത്തതായിട്ട് നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തെയും നമ്മുടെ ദൈവിക പാരായണത്തെ, ദൈവവചന പാരായണം, ദൈവവചനം ഒക്കെ വായിക്കുന്നവരും ഉണ്ട്. അതിനെയൊക്കെ എന്തുവാ ഏതെങ്കിലും കാരണവശാല് നശിപ്പിച്ചു കളയുക, ഇല്ലാതാക്കി കളയുക. ഇതൊക്കെ എന്തുവാ സാത്താന്റെ ഒരു തന്ത്രമാണ്. നമ്മുടെ ജീവിതത്തിൽ ജഡത്തിൻ്റെതായ പല സ്വഭാവങ്ങൾ കൊണ്ടുവരിക. കോപം, ക്രോധം, ഈർഷ്യ, പക, പിണക്കം. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളുടെ ഇടയിൽ കാണുന്ന ഒരു വലിയ മിക്കവാറും ഇടത്തെന്തുവാ കാണുന്ന ഒരു കാര്യമാണ് പിണക്കം. പ്രൈസ് ദി ലോർഡ്. ഒരു സഭയിൽ ഒരുമിച്ച് അപ്പുറവും ഇപ്പുറവും ഇരുന്ന് ആരാധിച്ചാലും പ്രിയപ്പെട്ട ദൈവമക്കളെ മനസ്സ് തുറന്ന് ഒന്ന് മിണ്ടാനോ കൈ കൊടുക്കാനോ ഒന്ന് ക്ഷമിപ്പാനോ സഹിപ്പാനോ കുറുപ്പാനോ എന്തുവാ കഴിവില്ലാതെ അടുത്തിരിക്കുന്നവനോട് എന്തുവാ ഒന്ന് ക്ഷമിക്കാതെ അവനോട് കോപിച്ച് പിണങ്ങിയിരിക്കുന്ന ഒരുപാട് ദൈവമക്കളും. പ്രൈസ് ദി ലോർഡ്. ഇതൊക്കെ എന്തുവാ പ്രിയപ്പെട്ട ദൈവമക്കളെ നാം മനസ്സിലാക്കണം. ഇതൊക്കെ സാത്താന്റെ തന്ത്രമാണ്. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ യാത്രയെ തകർത്ത് കളയാൻ വേണ്ടി പിശാച് എന്തുവാ നമ്മളിൽ കൊണ്ടിടുന്ന അവന്റെ തന്ത്രമാണിത്. അടുത്തിരിക്കുന്ന ഹല്ലേലൂയ സഹോദരനെ കണ്ടാൽ പോലും മിണ്ടാത്തത്. രണ്ടുപേര് തമ്മിൽ വഴക്കുണ്ടായി കോപിച്ചാൽ എന്തുവാ പാപം ചെയ്യരുത്. കോപിച്ച സൂര്യൻ അസ്തമിക്കുന്നിടം വരെ എന്തുവാ കോപം വെച്ചുകൊണ്ടിരിക്കരുത്. ദൈവത്തിന്റെ വചനമാണ്. പക്ഷെ അതൊന്നും എന്തുവാ ഈ കാലഘട്ടത്തിൽ എന്തുവാ അതിനൊന്നും ഒരു വിലയുമില്ലാതെയാണ് എന്തുവാ ഇരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അവനെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ യാത്രയിൽ നാം ഒരുപാട് കാര്യങ്ങൾ എന്തുവാ മനസ്സിലാക്കണം. പിശാച് എന്തുവാ ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ കൊണ്ടുവന്നിട്ടിട്ട് നമ്മെ എന്തുവാ തകർത്ത് കളയുന്ന അനുഭവമാണ്. നമ്മളെല്ലാം മനുഷ്യരാണ്. നമ്മളിൽ തെറ്റുകൾ ഉണ്ടാകും, കുറവുകൾ ഉണ്ടാകും. പ്രിയപ്പെട്ട ദൈവമക്കളെ നമുക്ക് എന്തുവാ നാം അതിൽ നിന്നൊക്കെ എന്തുവാ ആ തന്ത്രത്തെ തിരിച്ചറിഞ്ഞ് നാം എന്തുവാ മടങ്ങി വരണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കോപം, ക്രോധം, ഈർഷ്യ, ജഡത്തിന്റെ പ്രവൃത്തികൾ, പിണക്കം, പക, ജാരശങ്കം, തോന്നപക്ഷം, അസൂയ, ഇതൊക്കെ എന്തുവാ നമ്മുടെ ജീവിതത്തിലങ്ങ് മുറുക പിടിച്ചിരിക്കുന്നതായ കാര്യങ്ങളാണ്. അതിനെയൊക്കെ നമുക്കെന്തുവാ നാം വിട്ടാലും നമ്മെ അതൊന്നും വിടത്തില്ല, അതുപോലെ പറ്റി പിടിച്ചിരിക്കുന്നതാണ്. എന്നാൽ അതിനെയൊക്കെ നാം എന്തുവാ മനസ്സിലാക്കണം. ഇതെല്ലാം സാത്താൻ നമ്മെ എന്തുവാ ക്രിസ്തീയ ജീവിതത്തില് നിത്യതയിൽ കൊണ്ടെത്തിക്കാൻ വണ്ണം നമ്മെ തകർക്കുന്ന പിശാചിന്റെ ട്രിക്കുകളാണെന്ന് നാം മനസ്സിലാക്കി മുന്നോട്ട് നാം എന്തുവാ യാത്ര ചെയ്യണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അടുത്തതായിട്ട് നമ്മുടെ ജീവിതത്തില് ഭൗതിക നന്മകൾ തന്ന് ധാരാളം ഭൗതികമാകുന്ന നന്മകൾ തരും. അപ്പൊ അതോടൊപ്പം നമ്മുടെ ഉള്ളില് ദ്രവ്യാഗ്രഹം കൊണ്ടുവന്നിടും. പ്രൈസ് ദി ലോർഡ്. ഒന്നുമില്ലാതെ കിടക്കുമ്പോൾ എന്തുവാ പ്രിയപ്പെട്ടവരെ നമ്മൾ അവിടെ അങ്ങ് അഡ്ജസ്റ്റ് ആയി കിടക്കും. എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഉന്നതമായ ഒരിച്ചിലൂടെ ഒരു പദവി നല്ലതൊക്കെ കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് പിന്നെന്തുവാ താഴോട്ട് പോകാൻ നമുക്ക് കഴിയത്തില്ല. നമ്മൾ മനുഷ്യരാണ്. അപ്പൊ നമ്മുടെ ഉള്ളിൽ പിന്നെയും എന്തുവാ ദ്രവ്യാഗ്രഹം കടന്നു വരും. ഈ വചനം പറയുന്ന ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും കാരണമാണ്. ഹല്ലേലൂയ. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ നമുക്ക് മനസ്സിലാകും ദ്രവ്യാഗ്രഹം കടന്നു വരുമ്പോൾ. അപ്പൊ അത് ആരും വെളിയിൽ അറിയത്തില്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ നമുക്കറിയാൻ പറ്റും. അപ്പോൾ നാം മനസ്സിലാക്കണം, സാത്താൻ എന്നെ എന്തുവാ എന്റെ മേൽ എഴുതുവിടുന്ന ഒരു അസ്ത്രമാണ് ഇത്. എന്റെ ഉള്ളിൽ ദ്രവ്യാഗ്രഹം ഇങ്ങനെ എന്തുവാ കൊണ്ടുവരുവാ. അവൻ ഭൗതിക നന്മകൾ തരുമ്പോൾ ഞാൻ അതിൽ സന്തോഷിച്ച് ദൈവം എനിക്ക് തരുന്ന നന്മ ദൈവം തരുന്നത് മാത്രം മതി എന്നുള്ള ഒരു ചിന്തയിൽ നാം ആയിരിക്കണം. അല്ലാതെ എന്തുവാ പിന്നെയും 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 വേണമെന്നുള്ള ഏതെങ്കിലും തരത്തിലൊക്കെ
പണം സമ്പാദിച്ച് ഏതെങ്കിലുമൊക്കെ വഴികളിലൂടെ, വേണ്ടാത്ത വഴികളിലൂടെ പണം സമ്പാദിക്കുക, അതൊക്കെ എന്തോ അല്ല, ദൈവവചന പ്രകാരം ഹല്ലേലൂയ തെറ്റാണ്. സാത്താൻ ചില അതിനുള്ള മുഖാന്തരങ്ങളും വഴികളും ഒക്കെ എന്തോ ചെയ്യും, ഒരുക്കിക്കൊണ്ട് തരും. കാരണം എന്തുവാ, ദ്രവ്യാഗ്രഹത്തിൽ വീണിട്ട് എന്തുവാ, അവൻ നശിച്ചു പോകണം. അതാണ് സാത്താന്റെ ലക്ഷ്യം. നാം അതെന്തോ ചെയ്യണം, മനസ്സിലാക്കണം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പിന്നെ അടുത്തതായിട്ട് നാം ചിന്തിക്കുന്നത്, കളയും ദുരുപദേശവും വിതയ്ക്കും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ വചനത്തിൽ ദുരുപദേശങ്ങളൊന്നും ഒരുപാട് പെരുകിക്കൊണ്ടിരിക്കുകയാണ്. വചനത്തിൽ നിന്ന് കൂട്ടിയേർക്കുക, വചനത്തിൽ നിന്ന് കുറയ്ക്കുക, ഇതൊക്കെ ചെയ്യും. ദൈവവചനം നമുക്ക് നല്ല ഇതായിട്ട് പരിശുദ്ധാത്മാവ് നമ്മുടെ കരങ്ങളിൽ നമ്മുടെ ലാംഗ്വേജിൽ എഴുതി തന്നിട്ടുണ്ട്. എന്നാൽ അതിൽ നിന്ന് എന്തോ ചെയ്യും, നമ്മെ കുറെ കൂടെ അങ്ങനെ പ്രലോഭിപ്പിച്ച് കുറെ ദുരുപദേശമാണ് നമുക്ക് ആദ്യം എന്തോ ചെയ്യത്തില്ല, മനസ്സിലാകത്തില്ല. സർപ്പം ഒവാട് എടുത്ത് വന്ന് പറഞ്ഞതുപോലെ, ദൈവം നിങ്ങളോട് വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ തിന്നരുതെന്ന്. അപ്പൊ ആ വാസ്തവമായി അവളോട് അങ്ങ് അത്ര അടുത്തത് സംസാരിച്ചപ്പോൾ അവള് പറഞ്ഞു, തിന്നുകയും ചെയ്യരുത് തൊടുകയും ചെയ്യരുതെന്ന് എന്തോ ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെ പ്രൈസ് ദി ലോർഡ് പലതും എന്തുവാ കൂട്ടിച്ചേർത്ത് ചിരിച്ചിരി എന്തോ ചെയ്യും, കൂട്ടിച്ചേർക്കും. കാരണം ലക്ഷ്യം സാത്താന്റെ എന്തുവാ, നമ്മെ തകർത്ത് കളയുക എന്നുള്ളതാണ്. നാം എന്തോ ചെയ്യത്തില്ല, അതൊന്നും ശ്രദ്ധിക്കാറേ. പ്രൈസ് ദി ലോർഡ്. നമുക്കെവിടെ വിടുതൽ കിട്ടും, നമുക്കെവിടെ ആശ്വാസം കിട്ടും എന്ന് ഓർത്ത് നമ്മൾ എന്തോ ചെയ്യും, കൂടി ഇങ്ങനെ നടക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ നാം ഇപ്പൊ 13 കൂട്ടം കാര്യങ്ങളെ സംസാരിപ്പാനിടയായി. പ്രിയപ്പെട്ട ദൈവമക്കളെ, സാത്താന്റെ ട്രിക്കുകൾ നാം തിരിച്ചറിയുന്നത് നമ്മളെ ഒരിക്കലും നമ്മുടെ നിത്യതയിൽ കൊണ്ടെത്തിക്കത്തില്ലെന്ന് പറഞ്ഞാണ് സാത്താൻ എന്തോ ചെയ്യുന്നത്. അവന്റെ ട്രിക്ക് പലപ്പോഴും ഇതുപോലുള്ള കാര്യങ്ങൾ വീണാൽ അത് ട്രിക്കാണെന്നൊന്നും നമുക്ക് എന്തോ ചെയ്യത്തില്ല, മനസ്സിലാകത്തില്ല. നാം വളരെ കോൺഷ്യസ് ആയിരിക്കണം ക്രിസ്തീയ ജീവിതം നയിക്കുമ്പോൾ. പ്രൈസ് ദി ലോർഡ്. സാത്താൻ ഏതു വിധേനയും ഒരു ദൈവവൈതലിനെ എന്തുവാ തകർത്ത് കളയും. ചിലരെ ആത്മീകമായിട്ട് തളർത്തി കളഞ്ഞിട്ട് തകർത്ത് കളയാൻ നോക്കും. ചിലരെ ആത്മീകമായിട്ട് ഒരുപാട് മുന്നോട്ട് കൊണ്ടുപോയിട്ട് അവിടെ നൊന്തിത്തള്ളി താഴെ ഇടാൻ നോക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് എന്തുവാ നമുക്ക് നല്ല ഗൈഡറായിട്ടുണ്ട്. നമ്മുടെ അവിടെ ആശ്വാസപ്രദനായിട്ട് നമ്മുടെ കൂടെ കരം പിടിച്ച് നടക്കുവാൻ പരിശുദ്ധാത്മാവുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആ പരിശുദ്ധാത്മാവിന്റെ ദൈവവചനത്തിന് ഹിതമല്ലാത്തത് ഒക്കെ നാം എന്തുവാ മനസ്സിലാക്കണം. പിശാചിന്റെ തന്ത്രങ്ങളോട് നാം എന്തുവാ, അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പറയുന്നത്, പിശാചിന്റെ തന്ത്രങ്ങളെ നാം എന്തുവാ അറിയാത്തവരല്ലല്ലോ. നാം എന്തോ ചെയ്യണം, പിശാചിന്റെ തന്ത്രങ്ങളെ അറിയണം. സാത്താൻ നമ്മെ തോൽപ്പിച്ച് കളയുവാൻ എന്തുവാ നാം ഒരിക്കലും അതിനുള്ള വഴി ഒരുക്കി കൊടുക്കരുത്. ഹല്ലേലൂയ. സാത്താനെ നാം എന്തുവാ തിരിച്ചറിയണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ. നാം പിശാചിന് ഇടം കൊടുക്കരുത്, മനസ്സിലാക്കണം. നാം ശ്രദ്ധയുള്ളവരായിരിക്കണം ആത്മീക ജീവിതത്തിൽ. ഹല്ലേലൂയ, സ്തോത്രം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരു 13 കൂട്ടം കാര്യങ്ങൾ നാം കേട്ടല്ലോ. ഇത് വാസ്തവമായിട്ട് നിങ്ങളിത് ശ്രദ്ധിച്ച് കേട്ട് നോക്കിക്കേ. നമ്മുടെ ജീവിതത്തിലെ ഇതേ രീതിയിൽ പിശാചിന്റെ തന്ത്രങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഏത് അവസ്ഥകളിലാണ് നിങ്ങൾക്കത് കടന്നു വന്നെന്ന് വെച്ചാൽ ആ അവസ്ഥകളിൽ നിന്നും വെച്ചാൽ ഒരു മാറ്റം, അതിന് നാം ഹല്ലേലൂയ ദൈവസന്നിധിയിൽ നമ്മെ തന്നെ എന്തുവാ സമർപ്പിക്കാം. ഹല്ലേലൂയ. പിശാചിന്റെ തന്ത്രങ്ങളെ നാം എന്തുവാ അറിയണം. എഫെസ്യ ലേഖനത്തില് അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്, സ്തോത്രം, പിശാചിന്റെ തന്ത്രങ്ങളോട് നാം എന്തുവാ എതിർത്ത് നിൽക്കേണ്ടതിന് കുറച്ച് സർവായുധ വർഗങ്ങളെ കുറിച്ച്. പ്രൈസ് ദി ലോർഡ്. അതൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ നമുക്ക് ചിന്തിക്കാം. എങ്ങനെയാണ് നാം ഇപ്പം ചിന്തിച്ച് പിശാചിന്റെ തന്ത്രങ്ങളോട് നാം എതിർത്ത് അതിനെ ജയിക്കേണ്ടിയിരുന്നത്. അപ്പം തീർച്ചയായിട്ടും ഹല്ലേലൂയ പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളിതാ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ കടന്നു വരുമ്പോഴോ നാം അത് മനസ്സിലാക്കുക, നാം ദൈവസന്നിധിയിലോട്ട് അടുക്കുക. ഒരിക്കലും നാം എന്തുവാ അതിനെ അലസമായിട്ട് നാം അതിനൊരു വില കൊടുക്കാതെ നാം ഇരിക്കരുത്.
ഹല്ലേലൂയ. നമ്മുടെ നിത്യതയെ നഷ്ടപ്പെടുത്തി കളയുവാനും നമ്മുടെ ആത്മീക ജീവിതത്തിൽ തകർത്ത് കളയുവാനും സാത്താൻ ഒരു വലിയ വലിയ കാര്യങ്ങളൊന്നും അല്ല ചിലപ്പോൾ ചെയ്യുന്നത്, കൊച്ചു കാര്യങ്ങളിലൂടെയാണ്. നാം അത് മനസ്സിലാക്കണം. പൗലോസ് പറയുന്ന പോലെ സൂക്ഷ്മത്തോടെ അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ട് തന്നെ നടപ്പാൻ നോക്കുക. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനത്തെ നാം നന്നായി മനസ്സിലാക്കുക. മുന്നോട്ട് നമുക്ക് യാത്ര ചെയ്യാം. പ്രിയപ്പെട്ട ദൈവമക്കളെ, എല്ലാവരെയും കർത്താവ് ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങൾ ഇന്ന് ഇത് കേട്ടല്ലോ, 13 കൂട്ടം കാര്യങ്ങൾ നിങ്ങൾ കേട്ടല്ലോ. ഇത് നിങ്ങൾ നിങ്ങളുടെ മറ്റുള്ള സഹോദരങ്ങൾക്കൊക്കെ അയച്ചു കൊടുത്താട്ട് അവരുടെയും ജീവിതത്തിൽ ഇതുപോലുള്ള പ്രതിസന്ധികൾ അവരനുഭവിക്കുന്നുണ്ടെങ്കിൽ ശത്രു അവരെ തന്ത്രമാണെന്ന് മനസ്സിലാക്കി അവരതിൽ നിന്നെന്തുവാ രക്ഷപ്പെടാൻ പരിശുദ്ധാത്മാവിന്റെ കരങ്ങളിൽ അവരെ ഏൽപ്പിക്കാം. ഹല്ലേലൂയ. നമുക്ക് നമ്മെ തന്നെ പരിശുദ്ധാത്മാവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം, നമ്മെ നടത്തുവാൻ. നമ്മുടെ കർത്താവ് ഒരിക്കലും നമ്മെ എന്ത് ചെയ്തില്ല, കൈവിടുന്ന ദൈവമല്ല. ഹല്ലേലൂയ. എന്നാലും നാം മനസ്സിലാക്കാതെ പോയാൽ നമുക്ക് ഹല്ലേലൂയ നാം തകർന്നു പോകും. ഹല്ലേലൂയ. സ്തോത്രം. കർത്താവ് എല്ലാ പ്രിയപ്പെട്ടവരെയും ധാരാളം അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടെന്ന് ഞാൻ കർത്താവിൽ വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടെങ്കിൽ നമ്മുടെ നമ്പറുണ്ട്, അതിൽ വിളിക്കുക. കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി യാത്ര ചെയ്യാം. ഒരിക്കലും നാം വഴിയിൽ പട്ടുപോകാതെ കർത്താവ് നമ്മെ എല്ലാവരെയും നിത്യത വരെ കൊണ്ടെത്തിക്കട്ടെ. നമ്മുടെ കർത്താവിൻ്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുകയാണ്. ആ വരവിന് വേണ്ടി നമുക്കൊരുങ്ങാം. ശത്രുവിൻ്റെ തന്ത്രങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഹല്ലേലൂയ ശത്രുവിന് നാം തോൽക്കാനായിട്ടുള്ള ഇടമുണ്ടാക്കി കൊടുക്കാതെ വണ്ണം ഹല്ലേലൂയ നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരു ക്രിസ്തീയ ജീവിതം നയിക്കാം. അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ. എല്ലാവർക്കും കണ്ണുകളെ അടയ്ക്കാം. ദൈവസന്നിധി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ കർത്താവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നപ്പാ, വാഴ്ത്തുന്നപ്പാ. അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നപ്പാ. ഹല്ലേലൂയ. പിശാചിന്റെ തന്ത്രങ്ങളെ തിരിച്ചറിയുവാനുള്ള ദൈവകൃപ പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് നൽകി തരുമാറാകണമേ. കർത്താവെ, ഒരിക്കലും ഞങ്ങൾ തളർന്നു പോകാതെ തകർന്നു പോകാതെ നിത്യരാജ്യം ഞങ്ങൾക്ക് നഷ്ടപ്പെടുത്തി കളയാതെ, ശത്രു ഞങ്ങളെ നശിപ്പിച്ചു കളയാതെ നമ്മുടെ കരങ്ങൾക്കുള്ളിൽ കർത്താവ് ഞങ്ങളെ പൊതിഞ്ഞ് വിശ്വസ്തയോടെ സൂക്ഷിച്ചാട്ട് അങ്ങയുടെ കരം പിടിച്ചുകൊണ്ട് യാത്ര ചെയ്യുവാൻ ഞങ്ങളെ സഹായിച്ചാട്ട് സമ്പൂർണമായി ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. എല്ലാവരെയും കർത്താവ് ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ.